Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ എൻ്റെ വീഡിയോകളിൽ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഏതാണെന്നുള്ളതിനെ കുറിച്ചാണ്. പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഞാൻ ഏത് മൈക്രോഫോൺ ആണ് ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ ഉപയോഗിക്കുന്നത് റൈറ്റ് LAV101 എന്ന് പറയുന്ന ഒരു ലേപ്പൽ മൈക്കാണ്. ഇത് ഉപയോഗിച്ചാണ് ഞാൻ ഒരു വർഷത്തോളമായിട്ട് എൻ്റെ എല്ലാ വീഡിയോകളിലെയും സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഈ ചാനലിലും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ചാനലിലും സെയിം മൈക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ മൈക്കിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുൻ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എല്ലാ വീഡിയോകളിലും ഈ മൈക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൈക്കിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് അൺബോക്സ് ചെയ്തിരുന്നു ഈ മൈക്ക്. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു മൈക്കാണ്. ഇത്രയും നാളുകളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മൈക്കാണ്. റഫായിട്ടൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിലും വലിയ രീതിയിലുള്ള ഡാമേജ് ഒന്നും ഇതിലുണ്ടായിട്ടില്ല. ഏകദേശം ഒരു വർഷം മുമ്പ് ഞാനിത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ വില 1400 രൂപയായിരുന്നു. ഇന്ന് ഇതിൻ്റെ വില 780 രൂപയേ ഉള്ളൂ. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബൈ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്നും ഇനി ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ക്ലിപ്പിംഗ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മൈക്ക് വാങ്ങുമ്പോൾ ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കും എന്നുള്ളത് ആ വീഡിയോ ക്ലിപ്പിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ മൈക്രോഫോണിനെ കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിന്റെ അൺബോക്സിംഗ് കണ്ടു കാണുമല്ലോ. ഇതാണ് മൈക്രോഫോൺ. ഈ മൈക്രോഫോണിന്റെ കേബിളിന്റെ ലെങ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ലെങ്ത് ഉള്ള ഒരു കേബിള്, നല്ല ക്വാളിറ്റിയുള്ള കേബിള്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ എൻഡിലായിട്ട് 3.5 mm ഒരു ഹെഡ്ഫോൺ കണക്ടർ നിങ്ങൾക്ക് ലഭിക്കും. മറ്റേ എൻഡിൽ നിങ്ങൾക്ക് ഒരു മൈക്രോഫോണും ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോം ലഭിക്കും. ഇതുപോലെ ഇതിൽ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. കുറേയൊക്കെ നോയ്സ് ഇത് ഫിൽറ്റർ ചെയ്യും. ഈ കേബിളിനോടൊപ്പം തന്നെ നമുക്ക് ഇതേപോലെ ഒരു പാട്ട് കാണാൻ സാധിക്കും. ഇതിൽ സ്മാർട്ട് ഫോൺസ് എന്ന് എഴുതിയിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ അതേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ എന്നുള്ള ഈ ഒരു ബട്ടൺ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഹൈ ക്വാളിറ്റി ഓഡിയോയും നമുക്ക് ഈ മൈക്രോഫോണിലൂടെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അതേഴ്സ് എന്നുള്ളത് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DSLR ആക്ഷൻ ക്യാമറയോ കമ്പ്യൂട്ടറോ എന്തിൽ നിന്ന് നമുക്ക് ഓഡിയോകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനുള്ളിൽ ഒരു സെല്ല് ഇടണം. നോക്കുക, ഇങ്ങനെ ഒരു സെല്ല് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ഒരു സെല്ല് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓൾറെഡി ഇതിലൊരു സെല്ല് ഇട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനോടൊപ്പം മറ്റൊരു സെല്ല് കൂടി കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള സെല്ല് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയ സെല്ല് വാങ്ങാൻ പോകേണ്ട കാര്യമില്ല. ഒരു സ്പെയർ ആയിട്ട് ഒരെണ്ണം കൂടെ ലഭിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെയും ചാർജ് തീരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ സെല്ല് ഇതിൽ വാങ്ങി ഇടാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇതേപോലെ മൈക്ക് നിങ്ങളുടെ ഷർട്ടിലോ ടീഷർട്ടിലോ ഒക്കെ തന്നെ ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും ഇതിനോടൊപ്പം ലഭിക്കുന്നില്ല. ഞാൻ കാണിച്ചതുപോലെ ഒരു ക്യാരി ബാഗ് ലഭിക്കുന്നുണ്ട്. ചെറിയൊരു ക്യാരി ബാഗ്, നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. അപ്പോൾ യൂട്യൂബിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1 ലക്ഷമോ 2 ലക്ഷം രൂപയുടെ DSLRും 10-25,000 രൂപയുടെ മൈക്കും ഒക്കെ വാങ്ങി വളരെ വലിയ സെറ്റപ്പിൽ തന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഒരു മൊബൈൽ ഫോൺ വേണം. അതിനോടൊപ്പം തന്നെ ഇതേപോലെ 100-600 രൂപ കൊടുത്തൊരു മൈക്ക് വാങ്ങുക. നമ്മൾ പറഞ്ഞത് യൂട്യൂബിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ വിലയുള്ള അക്സസറീസ് ഒന്നും വാങ്ങി വീഡിയോസ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഒരു മൊബൈൽ ഫോണും ഇതേപോലെ വില കുറഞ്ഞ 400-500 രൂപയുടെ ഒരു മൈക്കും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും അതിലൂടെ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സൗണ്ട് ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി ഒക്കെ തന്നെ വേണം. എന്നാൽ അതിനോടൊപ്പം തന്നെ നല്ല കണ്ടന്റും നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ഫ്രണ്ട്സ്. ഈ മൈക്കിന്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഈ സെയിം മൈക്ക് ഉപയോഗിച്ച് തന്നെയാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മൈക്ക് ഉപയോഗിച്ച് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. യൂട്യൂബ് സംബന്ധമായിട്ടുള്ള കൂടുതൽ അറിവുകൾ നേടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നത്. ഇനി വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ്
കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.